2019 മുതൽ ഏകദേശം 5 വർഷം പ്രവർത്തിച്ചതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവഗോവില്, ഇപ്പോഴത്തെ തുറമുഖ മന്ത്രി VN വാസവൻ, ഇവരെയൊക്കെ നിരന്തരം കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഒരു പൂർത്തീകരണം, കപ്പൽ സർവീസ് ആരംഭിച്ചതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ എടുത്ത തീരുമാനം, ആ പ്രവർത്തനം, സന്തോഷം നിങ്ങളെ പങ്കുവയ്ക്കാനായിട്ട് ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് വളരെ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ കപ്പൽ സർവീസ് പ്രാവർത്തികമാകുമോ ഇല്ല എന്നെല്ലാം. 2019 അത് സാധ്യമാകേണ്ടതായിരുന്നു. ഇന്ത്യയിൽ കോവിഡ് വന്നത് മൂലം മറ്റ് ചില ഇടപെടൽ മൂലമാണ് അന്ന് നടക്കാതെ പോയത്. വീണ്ടും വിമാന നിരക്ക് സാധാരണക്കാരന് താങ്ങാവുന്നതിലപ്പുറമായപ്പോഴാണ് ഈ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയത്. അതിന് മുന്നോടിയായിട്ട് ഈ വിമാന ചാർജ് സീസണിൽ സാധാരണ വർദ്ധിക്കാറുണ്ട്. പക്ഷേ 2023 മാതിരിയുള്ള കൊല്ലത്തെ വന്ന വർധനം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഈ അമിത വിമാന നിരക്ക് നിയന്ത്രണമെന്നുണ്ട് ഒരു നിവേദനം സമർപ്പിക്കുകയും 15 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഞങ്ങൾ കേരള മുഖ്യമന്ത്രി സമീപിക്കുകയും അന്നത്തെ തുറമുഖ മന്ത്രി ശ്യാമദാർ വളരെ താല്പര്യം കോഴിക്കോട്, കായംകുളം, തിരുവനന്തപുരം നിങ്ങളുടെ മന്ത്രി തുറമുഖത്തിന്റെ എല്ലാവരും താല്പര്യം പല മീറ്റിങ്ങുകൾ കൂടുകയും അതിൽ മാരിബോർഡ് ചെയർമാൻ വളരെയധികം താല്പര്യത്തെ എടുത്തു. സർക്കാരിന് അനുമതി കൊണ്ട് ഞങ്ങൾ 5 അംഗ സംഘം ദുബായി പോയിട്ട് ഇതിന്റെ സാധ്യത പറഞ്ഞൊക്കെ മനസ്സിലാക്കി. അങ്ങനെ മുമ്പ് കേരളത്തിലേക്ക് 3000 ആൾക്കാരെ വർഷങ്ങൾക്ക് മുമ്പ് കപ്പലിലെത്തിച്ച ഡോക്ടർ അബ്ദുൽ കരീം എന്ന കമ്പനിയെ സമീപിക്കുകയും അദ്ദേഹം അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരികയും ദുബായിലെ ദൃശ്യമാധ്യമങ്ങളും അവിടുത്തെ പ്രവാസി സംഘടനകളെല്ലാം ആദ്യത്തെ ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ ഞാൻ ചർച്ച ചെയ്തപ്പോൾ വരുമോ അങ്ങനെ വരും, ഇതുപോലെ വന്നു പോയിട്ടെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഡിസംബർ 20-ാം തീയതി ആരംഭിക്കുന്ന ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് മലബാർ ഗവൺമെന്റിന്റെ കോർഡിനേറ്റർ മുഖാന്തരം ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ഡിസംബർ 7-ന് ദുബായിൽ നിന്ന് പുറപ്പെട്ട് ഡിസംബർ 7 എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തത്. അപ്പോഴാണ് നവകേരള സദസ് കാരണം സർക്കാർ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ടെൻഡർ വിളിക്കുന്ന, ഇല്ലെങ്കിൽ നാളെ ഒരു ആരോപണം നമുക്ക് ടെൻഡർ വിളിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടെൻഡർ വിളിച്ചു. കഴിഞ്ഞ മാർച്ച് 27-ന് കൊച്ചിയിൽ വെച്ച് റിലീസിന് ഞങ്ങൾക്ക് കൂടുതൽ പേരിക്കുന്ന മീറ്റിംഗ് കൂടുകയും എല്ലാ വകുപ്പുകളും തമ്മിൽ ഒരധികം കാര്യങ്ങൾ പോയി. ഞാൻ ഞങ്ങൾക്ക് എന്റെ സർക്കാരിന്റെ അറിയിപ്പ് വന്നു. ഇപ്പൊ വീണ്ടും അതിനിടയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം ഉണ്ടായി. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം ഉണ്ടായപ്പോൾ അതിന്റെ ആവശ്യകത കൂടി. ഇപ്പൊ നമ്മൾ കരിപ്പൂരിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആന്റിന കേട് വന്നിട്ട് 20 ദിവസത്തേക്ക് കുറെ വിമാനം ക്യാൻസൽ എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു ബദൽ സംവിധാനം നിലയ്ക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്രക്കാർക്ക് മാത്രമല്ല കാർഗോ കയറ്റുമതിക്കും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ചെരുപ്പ് പോകുന്നത് മലബാറിൽ നിന്നാണ്. കണ്ടെയ്നർ വഴി വരുന്നത്. ചൈന കഴിഞ്ഞാൽ 2ാം സ്ഥാനം കോഴിക്കോടിനൊക്കെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മലബാറിൽ ഒരുപടി സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ഷാർജത്തെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ പോയപ്പോൾ 4000 കിലോ ഹലുവ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കാർഗോ കയറ്റുമതിക്ക് മറ്റു കാര്യങ്ങൾക്ക് വളരെ ഉപകാരവും. ഇനി നമുക്ക് നികുതി കൂട്ടാനുള്ളത്, നികുതി കൂട്ടാവുന്നതിന്റെ ഏറ്റവും ടോപ്പിലെത്തേക്കാണ്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയും. എല്ലാം കഴിയും. ഇപ്പൊ വിഴിഞ്ഞമ്പോട്ട് കൂടി വരികയാണെങ്കിൽ വലിയൊരു വരുമാനം കുതിച്ചാൽ കേരള സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തത നടത്താൻ കഴിയും. ആ കാര്യത്തിലേക്ക് എല്ലാ കടമകളും കഴിഞ്ഞിട്ട് വളരെ ശുഭപ്രതീക്ഷയിലാണ് പറഞ്ഞ മാതിരി കാര്യങ്ങളുള്ളത്. അതൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ചേർന്നത്. പിന്നെ ബേപ്പൂരിന്